അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതുകൊണ്ടൊന്നുമില്ല, മനസ്സിലായ? എനിക്ക് ആ ഒരു ബാച്ചിലോട്ട് കയറാൻ താല്പര്യമില്ല. നട്ടലിന് കുറവുണ്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഒന്നിലും എനിക്ക് ഈ വീട് തന്നവരാണെങ്കിൽ സ്ഥലം തന്നിട്ട് ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അമ്മയും കൊച്ചുകുട്ടിയല്ല, രണ്ടുപേർക്കും പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലായി? അവരെടുക്കട്ടെ, രണ്ടുപേർക്കും ഇതില്ലാത്തൊന്നും അല്ലല്ലോ, ബോധം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കിച്ചു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈവിൽ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബേഴ്സിനെയൊക്കെ വലിച്ചു കയറിയിട്ടുണ്ട്. അമ്മ എന്താണോ അതേ പാതയിൽ തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ മകനും എത്തിയിരിക്കുന്നത്. എന്നാൽ മകൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അച്ഛന്റെ പേര് ചീത്താക്കാതിരിക്കാൻ നോക്കാനായിട്ട്. അമ്മ പേര് ചീത്താക്കുന്നുണ്ട്, ഇനി ഞാനും കൂടി വേണ്ട എന്നാണ് കിച്ചുവിന്റെ പക്ഷം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിച്ചു പടക്ക് ലൈവ് വരുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് വന്നിട്ട് കിച്ചു ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ലൈവിൽ വരും, ഓക്കെ കിച്ചു എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും, എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നിട്ട് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ കയറി പിടിക്കും. ഓക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റവന്യൂ ലൈവിൽ വന്നതിന്റെ കിട്ടിയിട്ടുണ്ട്, ശരി. അപ്പൊ പിറ്റേ ദിവസം യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി വലിച്ചു കയറിയല്ലോ. അപ്പോ അതിന്റെ കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് ഡേ ഒരു ലൈവ് വരും. അങ്ങനെ അമ്മ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ മകനും വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാണ് എന്നെ വിട്ട് നിങ്ങൾ ജീവിക്കുന്നത്. കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്കും കിച്ചുവിന്റെ ഫ്രണ്ട്സിനും നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു കോണ്ടന്റ് വേണമെങ്കിൽ ഒരു ദിവസം ലൈവ് വരണം. ഒരു ലൈവ് വന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ദിവസത്തെ ലൈവിലേക്കുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കിച്ചുവിനെയും കിച്ചുവിന്റെ സുഹൃത്തുക്കളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നത്. രേണുസുതി എന്താണോ പറയുന്നത് അതേപോലെ തന്നെ തോന്നിട്ടോ. കിച്ചുവിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, സുചേട്ടന്റെ മകനാണ് എന്നുള്ളൊരു സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ കിച്ചുവിന്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്താ മകനെ നീ ഇങ്ങനെ എന്ന് തോന്നിപ്പോകും. അമ്മയുടെ സ്നേഹം കൊണ്ട് പറയുകയാണോ, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നത് തെറ്റാണ്, അത് പറയാൻ എനിക്ക് അവകാശമില്ല, മകനാണെങ്കിൽ എനിക്ക് അതിനുള്ള അവകാശമില്ല എന്നുള്ള സ്വയം ബോധമുള്ളത് കൊണ്ടാണോ? കിച്ചുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു കേസായിട്ടല്ല വന്നേക്കുന്നത്, ഇതൊരു നോട്ടീസാണ്, വക്കീൽ നോട്ടീസ് എന്നുള്ളൊരു സംഭവമാണ്. അത് കേസായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പരാതി എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് ഈ വക്കീൽ നോട്ടീസ്. അല്ലാതെ എന്നെ പിടിച്ച് ജയിലിടുമല്ല, എൻ്റെ വീട് പോവോ, അതല്ല പറയുന്നത്. എന്തൊക്കെയാണ് ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിച്ചുവിന്റെയും രേണുസുതിയുടെയും പേരിൽ ഒരു വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ക്ലിപ്പ് നമ്മളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ സുഹൃത്തും കൂടി വളരെ മോശമായിട്ട് ബിഷപ്പ് വീട് വെച്ച് സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും വീട് വെച്ച് കൊടുത്തവരെയൊക്കെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ചതിനെ തുടർന്ന് ബിഷപ്പ് ഇഷ്ടദാനം കൊടുത്തതാണല്ലോ ആ സ്ഥലം, അത് അങ്ങോട്ട് ബിഷപ്പ് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കിച്ചു പറയുന്നത്. അതൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. വീട് സ്ഥലവും കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കിച്ചുവിന്റെ പേരിലാണ്, കിച്ചുവിന്റെ അനിയന്റെയും പേരിലാണ്, സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ മകന്റെയും പേരിലാണ്, രേണുസുതിയുടെയും സുധിച്ചേട്ടന്റെയും മകന്റെ പേരിലും കിച്ചുവിന്റെ പേരിലും കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആ കുട്ടി ചെറിയ കുട്ടിയാണ്, ഇനിയും വർഷങ്ങളുണ്ട്, 2-3 വയസ്സൊക്കെ ഉണ്ടാവുള്ളായിരിക്കും, ചെറിയ കുട്ടിയാണ്. ഇനി 15 വർഷം കഴിയണം, 18 വർഷം കഴിഞ്ഞാൽ മാത്രമേ അത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധൈര്യത്തിലാണ് കിച്ചു നിൽക്കുന്നത്. കിച്ചു അതാണ് പറയണേ, ഒരു നോട്ടീസ് വന്നു എന്ന് കരുതിക്കൊണ്ട് എന്നെ പിടിച്ച് ആരും ജയിലിടാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ നോട്ടീസ് വന്നാലും എനിക്ക് 15 വർഷം സമയമുണ്ട്, പഠിച്ചിപ്പോ 21 വയസ്സ്, പഠിച്ച് ജോലി കിട്ടി, അത്യാവശ്യം വീടൊക്കെ വെച്ച് കെട്ടി വീട് പോയാലും ഇപ്പൊ എന്താ ആ ഒരു രീതിയിലായിരിക്കാം. ഞാൻ അറിഞ്ഞിരിക്കുന്നത് ബിഷപ്പ് അതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ബിഷപ്പായിട്ടും വീട് വെച്ച് കൊടുത്ത ഫിറോസ് കെ ആയിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്, സംസാരിക്കുന്നുണ്ട്. രേണുവാണ് ഇതിനിടയിൽ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അറിവായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈവിൽ വന്നിട്ട് കിച്ചുവും അവരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോസ്, ലൈവിലുള്ള പരാമർശങ്ങളാണ് കേട്ടോ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ബിഷപ്പിനെ പോയി തല്ലി, അതുൽ എന്തൊക്കെയാണോ നടക്കുന്നത്? പാവപ്പെട്ട ചെറുക്കൻ എന്റെ ഒപ്പം ഇരുന്നതിന് അവനും കിട്ടി കുറെ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് കിച്ചു അങ്ങനെ അധികമൊന്നും ആളൊന്നും പറയുന്ന ഒരു കൂട്ടത്തിലല്ല, സൈലന്റ് ക്യാരക്ടർ ആയിരിക്കാം. ലൈവിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കയറിയിട്ട് ആ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആ ചെറുക്കനുണ്ടല്ലോ, അത് എണ്ണി പറഞ്ഞോണ്ടിരിക്കും. കിച്ചു പറഞ്ഞ ആ ഗ്യാപ്പുള്ള സമയത്ത് ഇവന് പറഞ്ഞാൽ പോലെ, കിച്ചു പറഞ്ഞ ഇടയിൽ കയറിയിട്ട് ഇവൻ പറയുമ്പോൾ കിച്ചോടെ നിർത്തുകയാണ്. കിച്ചുവിന്റെ വാക്കുകൾ കേൾക്കാനാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്, അല്ലാതെ കൂട്ടുകാരനായിട്ടിരിക്കുന്ന ആ ചെറുക്കനെ കാണാനൊന്നും അല്ല. ആ കിച്ചു എന്തെങ്കിലും പറയുന്നത്, കിച്ചുവിന്റെ വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, അല്ലെ? അതാണ് കിച്ചു പറയുന്നത്. പാവം ചെറുക്കൻ എന്റെ കൂടെ വന്നിട്ട് അവനും കിട്ടിയെന്ന് മിണ്ടാതിരുന്നാ പോരെയെന്നോ, അല്ലെങ്കിൽ കിച്ചുവിന് ഗ്യാപ്പ് കൊടുക്കുക. കിച്ചു പറയുന്ന ഇടയ്ക്ക് തന്നെ നിനക്ക് പറയണോ? പൊങ്കാലയായിട്ടുള്ള കമന്റുകൾ ഓരോന്ന് വന്നത്, അതോ ക്രെഡിറ്റ് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരും രേണുവിന്റെ പാതയിലാണ്, നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും രേണുവിന്റെ പാതയിലാണ്. സജിത ഈ അമ്മയുടെ പേരില് ആണ് ഈ കേസ് വന്നേക്കുന്നത്. ഫിറോസിക്കനെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു, ഞങ്ങൾ 2 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പം ഞാനത് പോയി കൈപ്പറ്റാനോ ഒപ്പിടാനോ കാര്യത്തിനോ ഒന്നും ഞാൻ പോകത്തില്ല.
എന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല ഒന്നാമത്തെ കാര്യം. എനിക്ക് എന്തായാലും സമയമുണ്ട്, എനിക്കൊരു വീടൊക്കെ വെക്കാൻ സമയമൊക്കെ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതുകൊണ്ടൊന്നുമില്ല. രേണുവിന്റെ സുഹൃത്തായ സജന യൂട്യൂബറാണ്. ആളാണ് ആളുടെ വീഡിയോസിലൂടെ ഫാദറിനെയും അതായത് ബിഷപ്പിനെയും വീഡിയോ വെച്ച് കൊടുത്തവരെയും എല്ലാം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് മോശം പറഞ്ഞുകൊണ്ട് വീഡിയോസുമായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിനും സജിതക്കും എതിരെയാണ് അച്ഛൻ കേസ് കൊടുത്തിരിക്കുക, ഫാദർ കേസ് കൊടുത്തിരിക്കുന്നതാണ് കിച്ചു പറയുന്നത്. പക്ഷെ കിച്ചുവിന്റെ പേരിലാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. ആ നോട്ടീസിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കിച്ചു പറയണോ എന്റെ പേരിലല്ല, ഞാനൊന്നും കൈപ്പറ്റിയിട്ടുമില്ല എന്ന്, ഞാൻ കൈപ്പറ്റാൻ പോകുന്നുമില്ല എന്ന്. അത് കിച്ചു താമസിക്കുന്നത് കൊല്ലത്താണല്ലോ. നോട്ടീസ് വന്നിരിക്കുന്നത് രേണുസുതി താമസിക്കുന്ന വീട്ടിലാണ്. ബിഷപ്പിനെ സംബന്ധിച്ച് രേണുസുതി ഏത് വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ബിഷപ്പ് കൊടുത്ത സ്ഥലം ഏതാണോ, അവിടെയുള്ള വീട് ഏതാണോ ആ അഡ്രസ്സിലേക്കാണ് കേസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് നോട്ടീസ് അയക്കേണ്ടത്. കൊല്ലത്താണ് കിച്ചു താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തേക്ക് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിച്ചു അത് കൈപ്പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വക്കീലിനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വക്കീൽ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ഇനിയും എനിക്ക് സമയമുണ്ടല്ലോ വീടൊക്കെ വെക്കാൻ. 15 വർഷമുണ്ട്. ഇളയ അനിയൻ മൈനറാണ്, ആള് പ്രായപൂർത്തിയാവുന്ന വരെ സമയമുണ്ട്. 10-15 വർഷം സമയമുണ്ട്. അതിനുള്ളിൽ പഠിച്ച ജോലി മേടിച്ച് ഒരു വീട് വെക്കാവുന്നതൊക്കെ ഉള്ളൂ. അതും ഒരു അല്ലാതെ എനിക്ക് നട്ടലിന് കുറവുള്ളതുകൊണ്ടൊന്നുമില്ല, മനസ്സിലായ. എനിക്ക് ആ ഒരു ബാച്ചിലോട്ട് കയറാൻ താല്പര്യമില്ല, എനിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഏത് ബാച്ച്? രേണുവിന്റെ ബാച്ചോ? നട്ടലിന് കുറവുണ്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. ഞാനിവിടെ ആരെയും തള്ളി പറയുകയല്ല. എനിക്ക് ഈ വീട് തന്നവരാണെങ്കിൽ ഈ സ്ഥലം തന്നിട്ട് ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കറിയാം. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഞാനും അമ്മയൊന്നും ഇങ്ങനെ തെറ്റണം. ഞാനിപ്പം എന്റെ രീതിയിലായിട്ട് ഞാൻ പോകുന്നു. ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും കിച്ചു ലൈവിൽ വന്നപ്പോഴും. ഈ ചെറുക്കം ഫ്രണ്ട് ഉണ്ടല്ലോ, കിച്ചു എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയാൻ പോകുന്ന സമയത്ത് അതിന്റെ ഏട്ടേക്കേറി അവനൊരു പറച്ചിലുണ്ട്. ആ സമയത്ത് കിച്ചു നിർത്തി കളയും. ഇത് തന്നെയാണ് കഴിഞ്ഞ ലൈവിൽ വന്നപ്പോഴും ഈ ചെറുക്കനോട് പറഞ്ഞത്. ആ കൂട്ടുകാരൻ ചെറുക്കനെ ഇപ്പൊ സൈഡിൽ നിന്ന് മറ്റേ ബാക്കിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് ഇവൻ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കിച്ചു വല്ലപ്പോഴൊക്കെ നാവ് ഓർക്കണം, അവൻ തുറന്ന് പറയട്ടെ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ല ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം, അത് ഞാൻ തിരുത്താം. കിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്താം എന്ന് കരുതിക്കൊണ്ട് എനിക്ക് എന്റെ അമ്മയെ തിരുത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കിച്ചുവിന്റെ അഹങ്കാരം പൊട്ടി. അഹങ്കാരം, അവൻ ഇത്രയും വന്നതിന്റെ അഹങ്കാരം. പറയാതിരുന്നാൽ അവന് നട്ടലില്ല, അതില്ല പറഞ്ഞു അഹങ്കാരം. രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇത്. എന്നിട്ട് ഞാൻ എന്റെ കാര്യം നോക്കാൻ പറയുന്നത് ചെയ്യുന്നു, എന്നിട്ട് അമ്മേനെ ഉപദേശിക്കണം, അതാണ് ഇതാണ്. ഈ പറയുന്ന പോലെ ഞാനും കൊച്ചുകുട്ടിയല്ല, അമ്മയും കൊച്ചുകുട്ടിയല്ല, രണ്ടുപേർക്കും ഇത് തന്നെയാണ് രേണുസുതിയും പറയുന്നത്. ഞാനും കൊച്ചുകുട്ടിയല്ല, അവനും കൊച്ചുകുട്ടിയല്ല. അവര് പറഞ്ഞാൽ മനസ്സിലാവുന്ന രേണുവിന്റെ അതേ വാക്കുകൾ തന്നെയാണ് മകനും പറയുന്നത്. മനസ്സിലാവും. അത് അവരെടുക്കട്ടെ, രണ്ടുപേർക്കും ഇതില്ലാത്തൊന്നും അല്ലല്ലോ, ബോധം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. അമ്മ എന്റെ ഇഷ്ടത്തിലാണല്ലോ ഒന്നും ഇടപെടുന്നില്ല, ഞാനും ഇടപെടുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അമ്മയ്ക്കാണെങ്കിലും കൊച്ചു കുട്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് ഈ കമന്റും കാര്യങ്ങളാണെങ്കിലും ഈ ലോകത്ത് ഈ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അമ്മയ്ക്ക് കാണാവുന്നതേ ഉള്ളൂ. രേണു ഒരു കൊച്ചു കുട്ടിയൊന്നുമല്ല. അതിൽ വരുന്ന കമന്റുകളാണെങ്കിലും രേണുവിനെ കാണാവുന്നതേ ഉള്ളൂ. അതനുസരിച്ച് നന്നായിക്കൂടെ? എന്തിനാണ് ഞാൻ പറഞ്ഞത് നന്നാവുന്നത്? അതായത് ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. രേണുവിന്റെ ഋതപ്പൻ എന്ന് പറയുന്ന ചെറിയ കുട്ടിയാണ്. അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ രേണുവിന് അത് മനസ്സിലാവുള്ളൂ. ഈ അമ്മ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകളും ഓരോ കോപ്രായങ്ങളും ഓരോ ചെറ്റത്തരങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെല്ലാം തന്നെ മക്കളായ ഇവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കിച്ചു പറയുന്നത്. അമ്മ എന്തുവേണം കാണിച്ചോട്ടെ, അതെന്നെ ബാധിക്കില്ല, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ കമന്റുകളെല്ലാം നമുക്ക് കാണാലോ, നമുക്കറിയാലോ. കൊച്ചു കുട്ടിയെന്നല്ലോ, മനസ്സിലാക്കിക്കൂടെ? ആ ഒരു മകന്റെ അവസ്ഥ അല്ലെ ഇതൊക്കെ? മനസ്സിലാക്കേണ്ടത് ആരാണ്? പ്രായപൂർത്തിയായ ഒരു മകനുണ്ട്. ഈ മകന് പുറത്തിറങ്ങി നടക്കണം. പക്ഷെ രേണു അതൊന്നും നോക്കുന്നില്ല. തന്റെ ഫേമ, തന്റെ പൈസ, തനിക്ക് വർക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രേണു അത്തരത്തിൽ നടക്കുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനവും നിൽക്കും. അതുകൊണ്ട് മകനത് മിണ്ടാതെ നിൽക്കുന്നു. ഇടയ്ക്കൊക്കെ ചില്ലറ വാങ്ങിക്കാറുണ്ടെന്ന് കിച്ചു തന്നെ പറയുന്നുണ്ട്. ആ ഒരു ബന്ധം മാത്രമേ ഞാനും അമ്മയും തമ്മിലുള്ളൂ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ അമ്മയെടുത്ത് ചോദിക്കും. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് അമ്മയുടേതായ വഴിയുണ്ട്. അച്ഛന്റെ പേര് അമ്മയായിട്ട് തന്നെ ചീത്താക്കുന്നുണ്ട്. ഇനി ഞാനും കൂടെ ചീത്താക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. അല്ല ഞാൻ കയറി അതീ കയറിയിട്ട് ഇനി അമ്മേനെ തീർത്തണം, അതാക്കണം, അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ കൊല്ലത്ത് നിൽക്കുന്നു. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും അമ്മേനെ ഇങ്ങനെ ചില്ലറ ചോദിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കോണ്ടാക്ട് എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ വിളിച്ചിങ്ങനെ ചോദിക്കും, പിന്നെ അല്ലെങ്കിൽ എവിടെയാ, അങ്ങനത്തെ ഉള്ളൊരു കോണ്ടാക്റ്റേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളെ എനിക്ക് അങ്ങോട്ട് കയറി ഇങ്ങനെ ആവരുത് അമ്മയുടെ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ബാധിക്കുന്ന ഒരു കാര്യമൊന്നും നടക്കത്തില്ല. അല്ലടാ, അമ്മയുടെ ഒരു
കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ബാധിക്കുന്ന കാര്യം ഒന്നും നടക്കില്ലാണ്. അതെന്താണ് കിച്ചു ഉദ്ദേശിച്ചത്? കിച്ചുവിനെ ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. അതായത് കിച്ചുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ അത് ഉണ്ടാക്കരുത്. അത് മാത്രമേ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അമ്മക്ക് അമ്മയുടെ ഇഷ്ടം പോലെ ജീവിക്കാം. അമ്മക്ക് പൈസ കിട്ടുന്നത് ആ വഴിയാണെങ്കിൽ ആ വഴി ആയിക്കോട്ടെ എന്നാണ് മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. ഇടയ്ക്ക് പൈസ വല്ലതും ചോദിക്കും, അതിനു വേണ്ടി മാത്രം ഞാൻ വിളിക്കും. ഇവൻ പഠിച്ചോണ്ടിരിക്കുവല്ലേ, ഇപ്പൊ ഇവൻ അവിടെ ഓട്ടമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്, കൊല്ലത്താണ്. എത്ര നാൾ ഇവിടെ പോയി ബ്രോ, ആ എത്ര നാൾ ഇല്ലാത്തതാ എന്റെ ഒരു ഇത്. അല്ലെങ്കിൽ ഞാനും കൂടെ സംസാരിച്ച് എന്റെ ഒരു വിലയും കൂടെ പോകുന്നു, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ പേരും കൂടെ ഞാനായിട്ടും കൂടെ കളയാൻ പോകുന്നു. മനസ്സിലായോ? ലൈവില് വന്നപ്പോ ആരോ കിച്ചനോട് ചോദിച്ചു, ഇത്ര നാൾ എവിടെ പോയി നിന്റെ നട്ടല്, നിനക്ക് വായനാക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. വാ തുറന്നു കഴിഞ്ഞാൽ അഹങ്കാരി എന്ന് പറയും, വായില്ലാതെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ നട്ടലില്ലാത്തവൻ എന്ന് പറയും. ഇങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യും? പക്ഷെ ഇതിൽ വേറൊരു കാര്യം കിച്ചു പറയുന്നുണ്ട്, ഞാനായിട്ടും കൂടി എന്റെ അച്ഛന്റെ പേര് ഇല്ലാതാക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഇപ്പൊ വന്നിട്ട് പറയുന്നതോ, ലൈവില് വന്നിട്ട് എന്തൊക്കെയാണ് വായും വെളിവും ഇല്ലാതെ പറഞ്ഞു കൂട്ടുന്നത് മൂന്നാളും കൂടി. നാവ് വഴങ്ങുന്നില്ലേ ഇവന്മാർക്ക്? അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ ആര് കാര്യം പറയട്ടെ, ഞാനായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇതുവരെ ആയിട്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് അച്ഛന്റെ ഒരു പേര് ദോഷം മാറ്റിയത് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്റെ ഒരു സൈഡിൽ നിന്ന്? ഞാൻ ആ രീതിയിൽ ഞാൻ അത് കീപ്പ് ചെയ്ത് ഞാൻ പോകാനായിട്ട് കൂട്ടുകാരനോട് ചോദിക്കാണ്, അച്ഛന്റെ പേര് കളയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോടാന്ന്. കൂട്ടുകാരൻ ആലോചിക്കണം, ഒന്നുമില്ലല്ലോ. നീ ഇപ്പൊ ചെയ്തു, ഇത് ഇപ്പൊ ഈ ലൈവിൽ വന്നത് തെറ്റാന്ന് പറയുന്നില്ല, അച്ഛന്റെ പേര് മോശമൊന്നുമില്ല. അതിൽ വന്നിട്ട് പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്, ഓരോ കാട്ടയങ്ങളാണ്, ഓരോ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കിച്ചു. മാക്സിമം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടാ മറ്റുള്ള ഇടുന്ന സാമാനം എടുത്ത് വെട്ടി സ്വന്തം സാധനം എന്നിട്ട് ചുമ്മാ ഇരുന്ന കാര്യം ചെയ്യടാ. വിലവര് ചെയ്യുന്ന സാധനങ്ങൾ കട്ട് ചെയ്തുകൊണ്ടുപോയി ഓരോ സാധനങ്ങൾ എടുത്ത് തന്നെ ഞങ്ങള് തന്നെയല്ലടാ ചെയ്യുന്ന. ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ അഹങ്കാരമായി. കിച്ചുവിനെ ഇപ്പൊ ബോധമില്ലാത്തവന്മാരെ, ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് പിന്നെ എവിടെ നിർത്ത് കട്ട് ചെയ്ത് ചെയ്യണം? ഓരോരുത്തർ ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്ത് ചെയ്യുന്നതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. എന്താ പറയാ, മറ്റുള്ളവർ ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്തത് സ്വന്തമായിട്ട് ചെയ്യടാന്ന്. ഇവന്മാരൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ലൈവ് വരുന്നത്. അപ്പൊ അവർക്കറിയാം, അവർ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, അപ്പൊ ഇനി നാളെ കാണാമെന്ന്. അതായത് യൂട്യൂബില് അത്യാവശ്യം എല്ലാവരും വലിച്ചു കീറും. ഈ വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് പറഞ്ഞിട്ട് അവർക്ക് ലൈവിൽ വരാം. എന്തെങ്കിലും ഇത് കിച്ചുവിനെ പറയണ്ടോ, എല്ലാ ചിക്ലിയും കിട്ടും, എല്ലാ പോക്കറ്റ് മണി കിട്ടാനുള്ള പൈസ എനിക്ക് കിട്ടുന്നുള്ളത് എന്നൊക്കെ. പക്ഷെ ഒരു യൂട്യൂബിന്റെ വരുമാനം എത്രത്തോളാണെന്നും കിച്ചുവിന് എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതും ഏകദേശം ധാരണ ഇതൊക്കെ ചെയ്യുന്ന യൂട്യൂബിൽ ഓരോരുത്തർക്ക് അറിയാൻ പറ്റും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതെന്തോ ആയിക്കോട്ടെ, കിട്ടിക്കോട്ടെ, പോക്കറ്റ് മണിയോ വീഡിയോ വെക്കാനുള്ളത് എന്തോ ആയിക്കോട്ടെ. അമ്മ എന്താണോ ചെയ്തത്, അമ്മക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അമ്മ എന്താ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ മകനും എത്തുകയാണ്. അപ്പൊ കിച്ചു ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നും, അയ്യോ സൂചേട്ടന്റെ മോനെന്താ ഇങ്ങനെ അച്ഛന്റെ പേര് ചീത്താക്കുന്നേ എന്ന് തോന്നും. നിന്നെയൊക്കെ ഉണ്ടല്ലേ എന്തോ പറയണ്ട. ഞാൻ ഇതിനൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നില്ലെങ്കിൽ വേറെ കാര്യം പറയാം. വിശപ്പിനെ വിശപ്പാമ്പ് എന്ന് വിളിച്ചത് ശരിയാണോ? എനിക്ക് ആ സംഭവം കറക്റ്റായിട്ട് കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ചൊരു കറക്റ്റ് അറിയത്തില്ല. ഇപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇതാണ്, തെറ്റാണ്. എല്ലാം അറിയാം, എല്ലാരും റിയാക്ഷൻ വീഡിയോ എടുത്ത് ഓരോന്നായിട്ട് കിച്ചു പറയുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് മാത്രം മോൻ കാണാറില്ല. ബിഷപ്പാമ്പ് എന്ന് പറയുന്ന ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് കണ്ടിട്ടില്ല കിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന്. ചിലപ്പോ അച്ഛനിന് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ, ബിഷപ്പ് എന്തെങ്കിലും അമ്മേനെ പറഞ്ഞിട്ടാണോ പറഞ്ഞതെന്നും അറിയില്ല. കിച്ചു ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അമ്മേനെ വെറുപ്പിക്കാൻ പറ്റില്ല, ബിഷപ്പിനെ വെറുപ്പിക്കാൻ പറ്റില്ല, ഇടയിൽ പെട്ടിരിക്കുകയാണ് കിച്ചു. ഇത് തന്നെയാണ് രേണു നമ്മൾ ആദ്യമേ പറഞ്ഞത്. രേണുവിന്റെ ഈ ഒരു വേഷം കെട്ട് മക്കളാണ് അനുഭവിക്കുന്നത്. ആ പയ്യനും അമ്മേനെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല, ബിഷപ്പിനെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അത് എങ്ങനെയൊക്കെയോ അത് ബോൾഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഒരുപോലെ അഹങ്കാരിയായി മാറാം. എന്റെ കൂടെ നിൽക്കാൻ രണ്ട് ഇതില്ലാത്ത ചെറുക്കന്മാർ. അമ്മേനെ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ. അങ്ങനെ ഇപ്പൊ പറഞ്ഞെങ്കിലും കുഴപ്പമാണ്. അതിപ്പം നല്ലൊരു പ്രവൃത്തിയല്ല. ഞാൻ ഒരുവാണേലും റീലൊക്കെ ഇങ്ങനെ കണ്ട് റീലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും. അല്ലെങ്കിൽ നമ്മുടെ ഒന്നാലും ഞാൻ ഇങ്ങനെ സ്കൂൾ ചെയ്ത് കൊടുത്തു. എനിക്ക് കാണാനേ താല്പര്യമില്ല ഒന്നും അതിനെ കുറിച്ച്. നോട്ട് ഇൻട്രസ്റ്റഡ് ഒക്കെ കൊടുത്തോളൂ ഇടയ്ക്ക്. അമ്മയുടെ വീഡിയോ കാണാനേ താല്പര്യമില്ല. അമ്മയുടെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും. ഇടക്ക് നോട്ട് ഇൻട്രസ്റ്റഡും കൊടുക്കുന്നു. നല്ല മകൻ. വേറുള്ള യൂട്യൂബേഴ്സ് ഇവന്റെ കുടുംബത്ത് അകത്ത് നടക്കുന്ന കാര്യങ്ങള് പറയുമ്പോ എല്ലാടോ കിച്ചു അങ്ങനെ ചെയ്തല്ലോ അപ്പം ഈ നാക്ക് എന്ത് പറ്റത്തില്ലേ? കൂടെ നടക്കുന്നില്ലേ? അറിയാൻ കാര്യങ്ങള്. കാറ് വാങ്ങിച്ചു, ഇനി ഒരു വീട് സ്ഥലവും. പുള്ളി
ആ പുള്ളി പറഞ്ഞ ആ ചെറുക്കൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോന്ന് അറിയില്ല. അവൻ പറയണത് ഞങ്ങള് കിച്ചുവിന്റെ കൂടെ നടക്കുന്നത്, അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം. ഇവനായിട്ട് ഒരു ബന്ധമില്ലാത്ത, കിച്ചുവായിട്ട് ഒരു പരിചയമില്ലാത്ത യൂട്യൂബേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാർ പറഞ്ഞ് വിശ്വസിച്ചാൽ എന്താ? കൂടെയുള്ള കൂട്ടുകാരും കിച്ചുവിനെ വിറ്റ് ജീവിക്കുന്നു. പിന്നെ സ്ഥലവും 15 വർഷം സമയമുണ്ടല്ലോ. 15 വർഷത്തെ സമയമുണ്ട്. വീട് സ്ഥലമല്ലേ, ഞാനത് പിടിച്ചെടുക്കും. 15 വർഷം വരെയൊക്കെ ഈ കേസ് പോകും. കാരണം ആ ചെറിയ കുട്ടി പ്രായപൂർത്തി ആവണ്ടേ. ചെറിയ കുട്ടിയുടെ പേരിലും കൂടിയാണല്ലോ വീടുള്ളത്, കിച്ചുവിന് ചെറിയ കുട്ടിയുടെ പേരിലും കൂടിയാണല്ലോ ഉള്ളത്. അതുവരെ സമയമുണ്ട്. അപ്പോഴേക്കും ഇപ്പൊ 21 വയസ്സോളം കിച്ചുവിന് സമയമുണ്ട്. വീട് വെച്ച് പഠിച്ച് വീട് വെച്ച് അപ്പോഴേക്കും ഈ വീടൊക്കെ എന്തിനാ എന്നായിരിക്കാം. വെച്ചിട്ട് വിൽക്കാനുള്ള സംഭവങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൽ റവന്യൂ ഉണ്ടാക്കി ജീവിക്കുക. ഓക്കെ, സുചേട്ടന്റെ മകനാണ് കേട്ടോ ഇത്രയും വഷളത്തരം കാണിച്ചുകൊണ്ട് ലൈവിലെത്തിയിരിക്കുന്നത്. ഇവര് എന്താണ് എന്നൊന്നും നമുക്ക് പറയുന്നത്. കണ്ടോണ്ടിരിക്കും, ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും, മുഴുവനായിട്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ലൈവ് മുഴുവൻ കാണുമ്പോൾ അറിയാൻ പറ്റും ആ കുട്ടികൾ എന്തിന്റെ പുറത്താണ് ഇവിടെ വന്നിട്ട് ലൈവിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്ന്. ഇതിൽ കിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ, കട്ട് ചെയ്ത് വെട്ടി മാറ്റി ചെയ്യാനുള്ള കിട്ടിയില്ലേ. എനിക്ക് മറ്റന്നാൾ ലൈവിൽ വരാനുള്ള പോർഷനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെട്ടി 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 നിങ്ങൾ വീഡിയോ ഇട്ട് വരണം, എങ്കിലേ മറ്റന്നാൾ എനിക്ക് ലൈവിൽ വരാൻ പറ്റുള്ളൂ, എനിക്കൊരു കണ്ടന്റ് തരണം കേട്ടോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കാല് പിടിച്ചോണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കാല് പിടിച്ചോണ്ട് കിച്ചുവും കിച്ചുവിന്റെ സുഹൃത്തുക്കളും എത്തിയിരിക്കുകയാണ്. ഇതിൽ രേണു അമ്മ ചെയ്യുന്ന അതേ രീതി തന്നെ. അച്ഛന്റെ പേര് കളയാ. അപ്പൊ കിച്ചു പറയുന്നുണ്ട് അച്ഛന്റെ പേര് കളയുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. മകനെ നീ ആ ലൈവ് എടുത്തൊന്ന് കണ്ടു നോക്ക്. അമ്മ എന്താണോ ചെയ്യുന്നേ അത് തന്നെ മകനും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ വായിക്കണോട്ടോ നിങ്ങള്. ഞാൻ അവന്റെ ഫോൺ ഇന്നുവരെ മേടിച്ച് നോക്കിയിട്ടില്ല. ആരൊക്കെ അവനോട് സംസാരിക്കുന്നു, എന്റെ ഫോൺ ഇന്നുവരെ അവൻ എന്റെ ചാറ്റ് നോക്കിയിട്ടില്ല. അത് ഞാനൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, അവൻ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അവന്റെ അമ്മയാണെങ്കിൽ പോലും എന്റെ മകനാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ട് വ്യക്തികളാണ് അല്ലെ. ഫോൺ എന്തിനാണ് പേഴ്സണൽ കാര്യം ഞാൻ എന്തിനാണ് തിരക്കുന്നത്? അതെ, ഇതിലെ രേണു പറയുന്നത് രേണു കിച്ചുവിന്റെ ഫോണാണെങ്കിലും കിച്ചു രേണുവിന്റെ ഫോണിലാണെങ്കിലും എടുത്ത് നോക്കാറില്ല. രണ്ട് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. രണ്ടുപേർക്കും രണ്ടേതായ ഇഷ്ടങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നത്. എല്ലാവരുടെയും കുടുംബത്തിൽ എങ്ങനെയാണോന്ന് അറിയില്ല, ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ അങ്ങനെയാണ്. പേരിന് മാത്രം ഒരു അമ്മ അല്ലെങ്കിൽ പേരിന് മാത്രം ഒരു മകൻ, ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അമ്മയെ വിളിക്കാറ് പോലും ഇല്ല, പൈസ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. മകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ വ്യക്തി രേണുവിന്റെ മകനായിട്ട് ചാറ്റ് ചെയ്യുന്ന സംസാരിക്കുന്നുണ്ടോ? കിച്ചുവായിട്ട് സംസാരിക്കുന്നുണ്ടോ? അല്ല, സംസാരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ വീട് സ്ഥലം കൊടുത്തിരിക്കുന്ന ബിഷപ്പും ഫിറോസ് കയ്യോ എല്ലാം കിച്ചുവിനെ വിളിച്ച് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേണു പറയുന്നത് അറിയില്ലെന്നാണ്. പല തവണ വന്നിട്ട് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ പോലെ അല്ല കേട്ടോ എനിക്കത് തോന്നിയത്. പേരിനെ കൊണ്ടുപോകുന്നു ആ ഒരു ബന്ധം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. കിച്ചുവിന്റെ സംസാരം കേട്ടപ്പോഴാണെങ്കിലും രേണുവിന്റെ സംസാരം കേട്ടപ്പോഴാണെങ്കിലും അങ്ങനെയാ തോന്നുന്നത്. രണ്ടുപേരും കൂടി സൂസിയുടെ പേരെല്ലാം കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. രേണു അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേന്നും നല്ല രീതിയിൽ കിച്ചുവിന് അറിയാം. ഇപ്പൊ അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വരവ് നിൽക്കും. അമ്മക്ക് പൈസ കിട്ടുന്ന വരവ് നിന്നിട്ടുണ്ടെങ്കിൽ മോന് പോക്കറ്റ് മണിയും നിൽക്കും. ഇത് നല്ലപോലെ അറിയാവുന്ന കിച്ചു അതിന് വേണ്ടിയിട്ട് അമ്മയെ നിയന്ത്രിക്കില്ല. അമ്മയെ നിയന്ത്രിച്ചൂടെ, നീ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിച്ചുവിനെ ഉപദേശിച്ചുകൊണ്ട് നാട്ടുകാരെത്തുമ്പോൾ അതിന്റെ ഇടയിൽ പെട്ടുകൊണ്ട് കിച്ചു പറയുന്നത് ഞാൻ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്ന്. ഇങ്ങനെ വന്നിട്ട് അവനുള്ള വരുമാനം ഉണ്ടാക്കാനാണ് അവന് പറ്റുള്ളൂ. അത് എന്തൊക്കെ പറയാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരിയില്ലാത്ത രണ്ട് ചെറുക്കന്മാരെ കൂടെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ലൈവില് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള്. അമ്മ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ മകനും പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കിച്ചുവിന് നാളെ മറ്റന്നാളൊക്കെ ലൈവിൽ വരാനുള്ള അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് വലിച്ചു കീറിയിട്ടൊന്നുമില്ല, വരുന്നേ ഉള്ളൂ. കാരണം എല്ലാവരും വേറെ ന്യൂസിന്റെ പിന്നാലെയാണ്. ലൈവ് വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ലൈവല്ലേ, ഇടക്കിടക്ക് വരാലോ, ഇടക്കിടക്ക് വന്ന് ഇതുപോലെ ചീത്ത പറയാലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും